പെരുന്നാൾ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വേണമല്ലോ, കുറേ സവാള ആവശ്യമുണ്ട്. സവാള അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ എൻ്റെ കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ടോ. പിന്നെ ഞാനതൊക്കെ തുടച്ച് വെച്ചിട്ട് വീണ്ടും സവാള അരിഞ്ഞെടുത്തു. അങ്ങനെ അത്യാവശ്യം കുറച്ച് സവാള അരിഞ്ഞു. ഇനിയും നമുക്ക് സവാള കട്ട് ചെയ്യാനുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ ചോറ് ബിരിയാണി അരി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ഒന്നിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതിനെക്കുട്ടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിനും ഓടി വന്ന് തക്കാളി അരിഞ്ഞു തന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത്ര എളുപ്പമായി. അതിനുശേഷം എന്താ നമ്മുടെ കറി, ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, ഇത് ഷോർട്സ് ആണല്ലോ, അപ്പോൾ കുറച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബീഫ് നമ്മൾ കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ എടുത്തുവെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡെസേർട്ട് വേണ്ടി അതിന് വേണ്ടി പായസം ഉണ്ടാക്കാം. അപ്പോൾ 1.5 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ പായസം മിക്സ്, ഞാൻ പാലട മിക്സാണ് വാങ്ങിച്ചത്, അത് അതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒരു 30 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചിട്ട് ലാസ്റ്റ് കാഷ്നട്ടും കിസ്മിസൊക്കെ നെയ്യിൽ വാട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. പക്ഷേ ഈ പായസം മിൽക്ക് മെയ്ഡ് കൂടെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. പക്ഷേ പായസത്തിൻ്റെ ടേസ്റ്റ് അപാരമായിരുന്നു. നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന പോലത്തെ നല്ല സൂപ്പർ പായസമായിരുന്നു കേട്ടോ. പിങ്ക് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അത് പിങ്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ഒന്ന് ഫാമിലി ടൈമിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കണമല്ലോ എന്ന് വെച്ച് കുറച്ച് ഫുട്ടേജൊക്കെ എടുത്തു. അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ.